ഈ കലാഭവൻ നവാസിന്റെ മരണത്തിൽ ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, അതിലെന്തെങ്കിലും ദുരൂഹമായിട്ടുണ്ടോ? ഈ കലാഭവൻ നവാസ് അദ്ദേഹം ഇന്നലെ നമ്മളെയൊക്കെ വിട്ടുപോയി. അദ്ദേഹം നേരത്തെ ഈ പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നിരുന്നു. നെഞ്ചരിച്ചിലല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിരുന്നു. അദ്ദേഹം അത് ഡോക്ടറെ കാണിച്ചു. അല്ല, ഈ ലൊക്കേഷനിൽ എന്താ ഇത് തടസ്സപ്പെടുമോ എന്നുള്ള ഒരു താൻ കാരണം ഷൂട്ടിംഗ് തടസ്സപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ഭയം കാരണം അദ്ദേഹം ഇത് ആരോട് സംസാരിക്കാൻ പോയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തനിക്ക് നെഞ്ചുവേദന വന്നിരുന്നു. അപ്പോൾ ഭാര്യാപിതാവ് ഉടനെ കുടുംബ ഡോക്ടറെ കാണാൻ അല്ലെങ്കിൽ വിളിക്കാൻ നിർദ്ദേശിച്ചു. പക്ഷെ അദ്ദേഹം അത് പിന്നീട് വീട്ടിലെത്തിയിട്ട് തുടർന്ന് കാര്യങ്ങൾ നടത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ തലയിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട് ഇദ്ദേഹത്തിന്റെ തലയിൽ. അതായത് ഇദ്ദേഹം തലയിടിച്ച് വീണു എന്നാണ് പറയുന്നത്. സോപ്പും ടവലും ഒക്കെ കുളിക്കാൻ ബാത്റൂമിൽ കയറുന്നതിനിടയ്ക്കാണ് ഇദ്ദേഹത്തിന് വീണ്ടും നെഞ്ചുവേദന വന്നതും ഇദ്ദേഹം തറയിലേക്ക് വീഴുന്നതും എന്നാണ് പറയുന്നത്. എന്തായാലും അസ്വാഭാവികമായ മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു നേരത്തെ. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് എന്തായാലും അത്തരത്തിലുള്ളൊരു കാര്യത്തിലൊന്നും മുന്നോട്ട് നീങ്ങേണ്ടതില്ല. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. നമ്മൾ പലപ്പോഴും നെഞ്ചരിച്ചിലെന്ന് പറഞ്ഞ് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊച്ചുകുട്ടികളെന്നില്ല, മുതിർന്നവരെന്നില്ല, പ്രായമായവരെന്നില്ല, ആർക്കും നെഞ്ചുവേദന, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത. കാരണം നമ്മുടെ ഒരു ജീവിതശൈലി അങ്ങനെയാണ്. സമയത്തിനുള്ള ഫുഡ് കഴിക്കാറില്ല. പക്ഷെ ഇദ്ദേഹം ആരോഗ്യം കൃത്യമായി നോക്കുന്ന ആളാണ്. പുകവലിയില്ല, മദ്യപാനമില്ല, കൃത്യമായി വർക്കൗട്ട് ചെയ്യും, ചെക്കപ്പ് കൃത്യമായി നടത്തുന്ന ഒരാളാണ്. നേരത്തെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതുവരെ നമുക്ക് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും കൃത്യമായി എല്ലാ രീതിയിലുമുള്ള വർക്കൗട്ടുകൾ ചെയ്ത് ശരീരം കൃത്യമായി നിലനിർത്തിക്കൊണ്ടു പോകുന്ന ആളായിരുന്നിട്ട് കൂടി ഒരു നെഞ്ചുവേദന വന്നപ്പോൾ അദ്ദേഹം അത് നിസ്സാരവൽക്കരിച്ചു. അത് പോട്ടെ, താൻ കാരണം ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വരും. പക്ഷെ ഇപ്പൊ ഷൂട്ടിംഗ് നിർത്തുക എന്നതിനപ്പുറം ഒരു കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ടാണ് അദ്ദേഹം പോയത് എന്നുള്ളതാണ്. ഒരു 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 സെക്കൻഡ്, ഒരു അരമണിക്കൂർ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വേണ്ടി ഒന്ന് മാറ്റിവെച്ചെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ മരിക്കില്ലായിരുന്നു. ഒരുപക്ഷെ ജീവൻ നിലനിർത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞേനെ. കാരണം ഹൃദയാഘാതം എന്നാണ് ഇപ്പൊ പറയുന്നത്. അതായത് രാവിലെ 6:57 നവാസ് ഡോക്ടർ അഹമ്മദിനെ ഫോണിൽ വിളിച്ചു. അവരുടെ കുടുംബ ഡോക്ടറാണ്. ഗ്യാസിന്റെ പ്രശ്നമായിരിക്കുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചു. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഡോക്ടർ അഹമ്മദ് ഇത് സാധാരണ നെഞ്ചരിച്ചിലല്ല എന്നും ഉടൻ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തണമെന്നും പറഞ്ഞു. ECG എടുത്തു, തനിക്ക് അയക്കാനും ആവശ്യപ്പെട്ടു. ഷൂട്ടിംഗ് തടസ്സപ്പെടേണ്ട എന്ന് കരുതിയാകും അദ്ദേഹം രണ്ടും ചെയ്തില്ല. അന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനാൽ പിറ്റേന്ന് ഡോക്ടറെ കാണാമെന്ന് കരുതിയാകാം പകൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലോഡ്ജിലേക്ക് പോയ നവാസിന് അവിടെ വച്ചാണ് ഹൃദയാഘാതം ഉണ്ടായത്. അതായത് രക്ഷപ്പെടാൻ 100-ൽ 110 ചാൻസ് ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം പോട്ടെ, വീട്ടിൽ ചെന്നിട്ട് ഡോക്ടറെ കാണാമെന്ന് മാറ്റി. കാരണം ഡോക്ടർക്ക് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇത് സാധാരണ നെഞ്ചരിച്ചിലോ ഗ്യാസോ അല്ല, ഇത് ഗുരുതരമായ ഹൃദയരോഗ പ്രശ്നമാണ്, അത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണണമെന്ന്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന ക്യാമ്പസ് മൂവിയായ പ്രകമ്പനത്തിൽ രാഷ്ട്രീയ നേതാവിന്റെ റോളായിരുന്നു നവാസിന്. CPN പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി. 2 ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുള്ളപ്പോഴാണ് വേർപാട്. അന്തരിച്ച സിനിമാ താരം കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഹൃദയാഘാതമാണ് താരത്തിന്റെ മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ വെച്ച് വെള്ളിയാഴ്ച രാത്രിയാണ് അദ്ദേഹം മരണപ്പെട്ടത്. രാത്രി 8 മണിയോടെ ഹൃദയാഘാതം ഉണ്ടാകുകയായിരുന്നു. ഇതിനു മുൻപ് നവാസിന് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ അല്ലെ, നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യങ്ങളുണ്ട്. അതായത് ഇദ്ദേഹം വളരെ കാലങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള നടനാണ്, പക്ഷെ തഴയപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം നമ്മൾ ടെലിവിഷൻ ഷോയിൽ ആങ്കർ ആയിട്ടാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്. അപ്പൊ ഇദ്ദേഹം കോമഡി ഷോകളും മറ്റും അവതരിപ്പിക്കുന്ന, ജഗദീഷ് ശ്രീകുമാറിനെ അനുകരിച്ച് കാണിക്കുന്ന അത്തരത്തിൽ ഉള്ളൊരു വളരെ കഴിവുള്ളൊരു നടനാണ് നമ്മുടെ ഈ ഷെയ്ൻ നിഗത്തിന്റെ പിതാവായിട്ടുള്ള അബിയുണ്ട്. അപ്പൊ അത്തരത്തിൽ കഴിവുള്ള ഒരു നടനായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഇത്രയും നാളെ തഴയപ്പെടുന്നു, ഇപ്പോഴാണ് അവസരങ്ങൾ കിട്ടി തുടങ്ങി. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നൊരു സിനിമ, അതിൽ വളരെ എന്താ രസമുള്ളൊരു റോളാണ് അദ്ദേഹം. അത് വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അദ്ദേഹത്തിന് റോളുകൾ കിട്ടി തുടങ്ങുന്ന ഒരു സമയം, അദ്ദേഹത്തിന് പച്ച പിടിക്കുന്ന സമയം എന്ന് പറയാം. അതായത് നമ്മൾ കലാഭവൻ മണി മരിച്ചതിന്റെ അടുത്ത വർഷം തൊട്ട് പറയാം. അതായത് മലയാള സിനിമയ്ക്ക് ഒരു കാര്യമായ മാറ്റം ഉണ്ടായൊരു വർഷമായിരുന്നു. അപ്പോൾ മണി ജീവിച്ചിരുന്നെങ്കിൽ ചെമ്പൻ വിനോദും ഷാജോണൊക്കെ ചെയ്തിരുന്ന കഥാപാത്രങ്ങളെല്ലാം മണിക്ക് കിട്ടുമായിരുന്നു. അപ്പം മണിയുടെ ഒരു കരിയറിന്റെ ഒരു രണ്ടാമത്തെ ഇന്നിങ്സ് തന്നെ ഇവിടെ തുടങ്ങുമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ ഇദ്ദേഹത്തിന് സിനിമകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു സിനിമ ചെക്കിങ്ങിന് പോയാൽ ആ സിനിമ നഷ്ടപ്പെടുമോ, അങ്ങനെയൊക്കെ അദ്ദേഹം കരുതിയിട്ടുണ്ട്. ഇവരൊന്നും വലിയ ഫേമസ് ഈ വരുന്ന താരങ്ങളല്ലേ,
ആളുകൾക്കിടയിൽ ഇവരൊക്കെ ഫേമസ് ആണ്, പക്ഷെ സംവിധായകന്മാർക്ക് ഇവരല്ലെങ്കിൽ മറ്റൊരാൾ. അതുകൊണ്ട് ആ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തി പോയി കഴിഞ്ഞാൽ അത് അവർക്ക് അതൃപ്തി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു സംശയം അവർക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷെ ഈ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാകും. പിന്നെ എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ, ദൈവം വിളിച്ചാൽ നമ്മൾ പോണം. ഇപ്പോ അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്നു, എല്ലാവരും രക്ഷപ്പെട്ടു, എല്ലാവരും മരിച്ചു, ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അത് മാത്രമല്ല, ആ ഹോസ്റ്റലിൽ താമസിക്കുന്നവരുടെ അവസ്ഥ, അവര് അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് ഒരു പ്ലെയിനിടിച്ച് നമ്മൾ അവർക്ക് ഈ ആത്മാവെന്ന് പറയുന്ന ഒരു കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ ഇവർ സ്വർഗത്തിലെത്തുമ്പോൾ ഇവർ മരിച്ചു എന്ന് അറിയുന്നത് അപ്പോഴായിരിക്കും. കാരണം വഴി കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു, ക്യാൻറ്റീനിൽ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു, പ്ലെയിൻ വന്നിടിച്ച് വീഴുന്നത്. അല്ലെങ്കിൽ സ്വപ്നത്തിൽ മരണമൊക്കെ പ്ലെയിൻ ഇടിച്ച് മരിക്കുമെന്നൊക്കെ ആരെങ്കിലും വിചാരിക്കോ? പാണ്ടി ലോറി ഇടിച്ച് മരിക്കുക, സൈക്കിളിൽ ഇടിച്ച് മരിക്കുക, അതൊക്കെ കേട്ടിട്ടുണ്ട്. പ്ലെയിൻ ഇടിച്ച് മരിക്കൂ, പറന്നുകൊണ്ടിരുന്ന പ്ലെയിൻ ഇടിച്ച് മരിക്കും എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇത്? അതൊന്നും ആരും അതുപോലെയാണ് ഇദ്ദേഹത്തിന്റെ കാര്യം, അങ്ങനെ ആയിരിക്കും. പക്ഷെ എല്ലാവരോടും പറയാനുള്ളത്, ഈ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ പോകുമായിരിക്കും, എന്നാലും പ്രശ്നമില്ല. ഒരു കുടുംബത്തെ അനാഥമാക്കുന്നതിൽ ആവില്ല. ഗവൺമെന്റ് ആശുപത്രിയിലൊന്നും അത്രയും ചിലവില്ല എന്ന് തോന്നുന്നു, വലിയ പൈസയൊന്നും ചിലവാകില്ല. ഒരു ECG ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. ഇപ്പൊ എത്ര മദ്യപാനം നടത്തിയില്ല എന്ന് പറഞ്ഞാലും, വർക്കൗട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും, ഫുഡ് കൃത്യമായി അതിൻ്റെതായ രീതിയിലാണ് കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞാലും, നമ്മുടെ ശരീരം നമ്മളെ ഉൾക്കൊള്ളുന്ന രീതി എങ്ങനെയാണെന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഇപ്പോ പ്രായം കൂടുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എനിക്കൊക്കെ ഒരു 20, 22, 23 വയസ്സൊക്കെ ആയപ്പോൾ കൈക്കും കാലിനൊക്കെ നല്ല ബലമാണ്. പക്ഷെ എന്റെ പ്രായം കൂടി വരുമ്പോൾ എന്റെ ഈ ആരോഗ്യം എവിടെ പോയി എന്ന് ഞാൻ സ്വയം ആലോചിക്കണം. അല്ല, ഈ കൈക്ക് ഇങ്ങനത്തെ ബലം അല്ലല്ലോ, കുറച്ചുകൂടി നല്ല ബലം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ഓരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് ദൈവം വിളിക്കുമ്പോൾ നമ്മൾ മരിക്കണം. ഇതിൽ സ്ത്രീകളുടെ പുരുഷന്മാർക്കാണ് ഇത് ഹൃദ്രോഗം കൂടുതലായി വരാനുള്ള സാധ്യതയുള്ളത്. അത് ഈ ഹൃദയത്തിന്റെ ഒരു ഘടന വെച്ചിട്ടാണ്. പിന്നെ പറയപ്പെടുന്നത് ഇന്ത്യയിലെ പുരുഷന്മാർക്ക് ഇത് കൂടുതലാണ് ഹൃദ്രോഗത്തിന്. അതിൽ തന്നെ തെക്കേ ഇന്ത്യയിലെ പുരുഷന്മാർക്ക് പിന്നെയും സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ ഈ കഴിക്കുന്ന ചോറെന്ന് പറയുന്ന ഒരു കാര്യം കാർബോഹൈഡ്രേറ്റ് ആണ്. അത് ഈ ഹൃദയാഘാതം ഉണ്ടാക്കാൻ വളരെ നമ്മൾ വിചാരിക്കും അതുകൊണ്ട് എന്താ, അതാണ് ഏറ്റവും നമ്മൾ ഇങ്ങനെ അഭിമാനപൂർവ്വം പറയുന്ന അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്നു. പക്ഷെ അരിയാഹാരത്തിന് ഭയങ്കരമായൊരു ഒരു ദോഷമുണ്ട്. അതാണ് ഈ പറയുന്ന ഹൃദയാഘാതം. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, പുരുഷന്മാർക്ക് ഈ ഇത്തരത്തിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതിൽ ഇന്ത്യക്കാർക്ക് കൂടുതലാണ്, അതിൽ തെക്കേ ഇന്ത്യക്കാർക്ക് വളരെ കൂടുതലാണെന്നുള്ള ഒരു കാര്യമുണ്ട്. അതും കൂടെ മനസ്സിലാക്കണം. കാരണം അപ്പോൾ അതുകൊണ്ട് ഈ ഹാർട്ട് ചെക്ക് ചെയ്യാൻ 30കൾക്ക് ശേഷം തന്നെ ഈ ഹാർട്ട് ചെക്ക് ചെയ്യാനായി, അല്ലെങ്കിൽ ഹാർട്ട് ഹെൽത്ത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത കാണിക്കണം. അതിനൊന്നും യാതൊരു മോശമൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു രോഗം വരുമ്പോ ചിന്തിക്കേണ്ട കാര്യം മറ്റുള്ളവർ അത് അറിയുമോ, അത് നമുക്ക് എന്തെങ്കിലും നമുക്ക് രോഗം വന്നാൽ നമുക്ക് നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാവും, നമ്മുടെ ഭർത്താവിന് ഭാര്യയില്ല, നമ്മുടെ എല്ലാത്തിനും ഉപരി ഇവർക്കൊക്കെ ചിലപ്പോൾ വേറെ അമ്മയെ കിട്ടും, അല്ലെങ്കിൽ വേറെ ഭാര്യ, എല്ലാത്തിനും ഉപരി നമ്മുടെ അച്ഛനും അമ്മമാർക്കും നമ്മളെ പിന്നെ കാണാൻ കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ അത് ഡോക്ടറെ കാണിച്ച്, ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സമാധാനിക്കാമല്ലോ. ഇപ്പൊ നവാസിക്ക ഒരു പക്ഷേ അദ്ദേഹത്തിന് നല്ല മനസ്സായിരിക്കാം, അദ്ദേഹം പിന്നീട് അത് കാണിക്കാം, ഷൂട്ടിംഗ് താൻ കാരണം മുടങ്ങരുത് എന്ന് ചിന്തിച്ചത്. പക്ഷെ അവിടെ അനാഥരായത് 3 കുട്ടികളും ഒരു ഭാര്യയും ഒരു ഉമ്മയും ഒരു സഹോദരനും ഒക്കെ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് ഇനിയും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ.